എൻ്റെ പേര് ഫാത്തിമ ത്രേസ്യ. ഞാൻ കൊല്ലത്ത് നിന്ന് വരുന്നു. എൻ്റെ ഇടവക കണ്ടച്ചിറയാണ്. ഞാൻ ആദ്യമായി ഇവിടെ ഉടമ്പടി എടുക്കുന്നത് 2019 ജൂലൈ 28 കണ്ടിന്യൂ ചെയ്ത് പോകാൻ എനിക്ക് പറ്റിയില്ല. കാര്യം കൊറോണ വന്നു. കൊറോണയുടെ സമയത്ത് ഇവിടെ അടവായ സമയത്ത് എനിക്ക് വന്ന് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാതിരുന്നത് കൊണ്ട് വീണ്ടും ഞാൻ വന്ന് ഈ വർഷം കഴിഞ്ഞ 2023 പുതുക്കി. ഇപ്പം 3 മാസം തികഞ്ഞ് അത് കഴിഞ്ഞ ജനുവരി 30 അത് വീണ്ടും പുതുക്കി. അപ്പം എനിക്ക് ആദ്യമായി ഞാൻ ഈ കൃപാസനത്തെക്കുറിച്ച് ആദ്യമായി അറിയുന്നത് ഞാൻ യൂട്യൂബിൽ ടോപ്പ് സിംഗർ എന്നൊരു പ്രോഗ്രാം കാണാറുണ്ടായിരുന്നു. അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് കൃപാസന മാതാവ് എന്ന് പറഞ്ഞിട്ട് പല അത്ഭുതങ്ങളും നടക്കുന്നതായിട്ടൊക്കെ പറഞ്ഞിട്ട് യൂട്യൂബിൽ കാണാനിടയായി. അങ്ങനെ ഞാൻ വീണ്ടും അത് കണ്ടു തുടങ്ങി. അപ്പോൾ എനിക്കിവിടെ വരുന്നത് എങ്ങനെയാണെന്നൊന്നും അറിയില്ലെങ്കിലും ഞാൻ വരാൻ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ എനിക്ക് പെട്ടെന്ന് വരാനൊരവസരം മാതാവ് തന്നു. അത് എൻ്റെ മകൻ അന്ന് 18 വയസ്സ് കഴിഞ്ഞ സമയമാണ്. അപ്പം അവനൊരു പ്രത്യേക ഒരു സാഹചര്യത്തിൽ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരുന്ന ഗ്രൗണ്ടിൽ അവനേക്കാളും മുതിർന്ന ആൾക്കാർ എന്ന് മദ്യപിച്ചിട്ട് അവനെ അവനെ ആദ്യം അവൻ്റെ കൂട്ടുകാരനെ ഉപദ്രവിച്ചു. അപ്പോൾ അവനത് കണ്ടുകൊണ്ട് നിന്നിട്ട് സങ്കടം വന്നിട്ട് എന്തിനാണ് അണ്ണനെ ഉപദ്രവിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അവനെ ഉപദ്രവിച്ചു. അപ്പോൾ അവൻ പ്രതികരിച്ചപ്പോൾ ഒരു കയ്യിലിരുന്ന ബാറ്റ് മേടിച്ച് വെച്ചിട്ട് തലയ്ക്ക് അടിച്ചു. അപ്പം ഭയങ്കരമായ ഒരു സംഭവമായിരുന്നു. ഞാനപ്പോൾ ഡ്യൂട്ടിയിലായിരുന്നു. ഞാൻ അവനെ വിളിച്ചു, എന്നെ കൊണ്ടുവരാനായിട്ട് വീട്ടിലേക്ക് കൊണ്ടുവരാൻ വിളിച്ചപ്പോൾ അവൻ പറഞ്ഞു, അമ്മ എനിക്ക് തീരെ വയ്യ, അമ്മ ഇങ്ങ് പോരേന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വീട്ടിൽ വന്നപ്പോൾ എൻ്റെ സഹോദരൻ്റെ മകൻ വിളിച്ചിട്ട് പറഞ്ഞു, കൊച്ചവൻ അവിടെ ഉണ്ടോയെന്ന് നോക്ക്, അവൻ വളരെ സീരിയസ് ആയിരിക്കും, അവനിപ്പോൾ വീട്ടിലെത്തിയോ എന്ന് നോക്ക്, അവന് തലയ്ക്ക് ബാറ്റിന് അടി കൊണ്ടു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പെട്ടെന്ന് പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് വിവരം പറഞ്ഞിട്ട് അവനെ തിരക്കിയിരുന്നിട്ട് എനിക്ക് കാണാൻ പറ്റിയില്ല. അങ്ങനെ പിന്നെ എൻ്റെ സഹോദരനെ വിളിച്ചറിയിച്ചു. അവർ വന്നിട്ട് അവനെ എവിടെയോ വെച്ച് കണ്ടുകിട്ടി അവനെ കൂട്ടി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പോൾ എനിക്ക് ശരിക്കും പെട്ടെന്ന് മാതാവിനെയാണ് ഓർമ്മ വന്നത്. എൻ്റെ ഈ തിക്താനുഭവത്തിൽ എനിക്ക് ആരും സഹായമില്ല. അപ്പോൾ ഞാൻ പെട്ടെന്ന് വന്ന് അവനെയും അവൻ്റെ 2 കൂട്ടുകാരെയും കൊണ്ടുവന്ന് ഇവിടെ ഉടമ്പടി എടുത്ത സമയം അവൻ 2 മാസം കണ്ടിന്യൂസ് വന്നു. പിന്നെ അവൻ്റെ പഠന സാഹചര്യങ്ങൾ കൊണ്ട് അവന് തുടർന്ന് വരാൻ പറ്റാഞ്ഞ് ഞാനിവിടെ വന്ന് കൗൺസിലറെ കണ്ടു വരാൻ പറഞ്ഞപ്പോൾ പറഞ്ഞു കണ്ടിന്യൂ ചെയ്യാൻ ഞാൻ തന്നെ ചെയ്താൽ മതിയെന്ന് പറഞ്ഞതിൻ്റെ പ്രകാരം ഞാൻ അടുത്ത ജൂലൈ 28 ഇവിടെ വന്ന് ഞാനായിട്ട് ഉടമ്പടി എടുത്തു. അങ്ങനെ അതിനുശേഷം വീണ്ടും അവന് അതിന് മുമ്പൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അവൻ 18 വയസ്സ് തികയുന്ന ആ ദിവസം അവൻ എൻ്റെ പേരിൽ വീട്ടിൽ ബൈക്ക് എടുത്തിരുന്നു. മൂത്ത സഹോദരന് വേണ്ടി എടുക്കണമെന്ന് പറഞ്ഞിട്ട് ഞാൻ എടുത്തു. പക്ഷേ ഞാൻ ഒരു ഉത്രാട ദിവസമായിരുന്നു. ആ ഉത്രാട ദിവസം ഞാൻ എൻ്റെ ഡ്യൂട്ടിക്ക് പോകുന്ന സമയത്ത് വഴിക്ക് വെച്ചിട്ട് ഒരു വക്കീൽ വിളിച്ചു പറഞ്ഞു, ഇളയ മകൻ ഇങ്ങനെ ബൈക്ക് എടുത്തുകൊണ്ട് വന്നിട്ട് ഹൈവേയിൽ ഓപ്പൺ ചെയ്യാത്ത ഹൈവേ വഴി ഓടിച്ചു. വേറൊരു കുട്ടി വന്ന് പന്ത് കളിച്ചുകൊണ്ട് നിന്നത് പന്തെടുക്കാൻ തുടങ്ങിയ സമയത്ത് കാല് നീട്ടി ഇവൻ്റെ കിക്കർ ചെയ്യുന്ന അവൻ്റെ കാലിലിടിച്ച് അവൻ്റെ കാലൊടിഞ്ഞു തൂങ്ങിയെന്ന് പറഞ്ഞു. ഞാൻ എന്തെന്നില്ലാത്ത വിഷമത്തിൽ ഞാൻ തിരിച്ച് വീട്ടിൽ വന്നു. വീട്ടിൽ വരാൻ പറ്റാത്ത സാഹചര്യമാണേലും വീട്ടിൽ വന്നു. ഇവന് വീട്ടിലുണ്ടായിരുന്നു. പെട്ടെന്ന് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ. അവരടുത്ത് കോംപ്രമൈസിനെല്ലാം പറഞ്ഞു, എല്ലാം ഒപ്പിച്ചു. ഞാൻ ഏകദേശം 3 ലക്ഷത്തോളം അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അവരതെല്ലാം ഒതുങ്ങിയില്ല. അവർ വളരെ മോശമായിട്ട് എൻ്റെ സഹോദരനോടൊക്കെ സംസാരിച്ചതുകൊണ്ട് പിന്നെ അവർ കേസിന് പോകുന്നെന്ന് പറഞ്ഞ് കേസിന് പോയി. ഞാനും സമ്മതിച്ചു, കേസാണ് നല്ലതെന്ന് പറഞ്ഞു. അങ്ങനെ ആക്സിഡൻറ്റ് കേസ് എടുത്തു. അതിൻ്റെ വിധി വന്നത് കൊറോണ ആയതുകൊണ്ട് 2022 ആദ്യമേയിലോ ഉണ്ടായിരുന്നു. ഞാൻ പക്ഷേ അറിഞ്ഞില്ല. വിധി വന്നവരൊന്നും എൻ്റെ വക്കീലോ ആരും തന്നെ എന്നോട് പറഞ്ഞില്ല. അവസാനം എൻ്റെ സഹോദരൻ വിളിച്ചിട്ട് പറഞ്ഞ് എത്രയും പെട്ടെന്ന് വക്കീലിനെ പോയെന്ന് കാണാൻ അതിൻ്റെ വിവരം ഒന്ന് അറിയണ്ടേന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ വക്കീലിനടുത്ത് ചെന്നപ്പോഴാണ് അറിയുന്നത് എൻ്റെ വിധി വന്നിട്ടൊരു വർഷമായി. 3,85,000 രൂപയോളം ഈ ലൈസൻസ് ഇല്ലാതെ എൻ്റെ മകൻ ഓടിച്ച വാഹനത്തിന് ഇൻഷുറൻസ് കമ്പനിക്കാർ തന്നെ കൊടുത്തു. പക്ഷേ അതിൻ്റെ വിധിയിൽ ഫസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് 12 ലക്ഷവും ഇൻട്രസ്റ്റും ആണെന്ന് 16 ലക്ഷമാണ്. പക്ഷേ അത് വിധി വന്നത് ഞാൻ അറിയാതെ തന്നെ എൻ്റെ മാതാവ് അത് 3,80,000 അത് കൊടുത്തു. ഇന്നുവരെ എൻ്റെ കയ്യിൽ നിന്ന് അതിന് ഇതുവരെ ഒരു പൈസയും ഞാൻ കൊടുക്കേണ്ടി വന്നില്ല. അതാണ് എൻ്റെ ആദ്യത്തെ അനുഭവം, സാക്ഷ്യം. പിന്നീട് ഇപ്പോൾ ഏറ്റവും അടുത്ത സമയത്ത് എനിക്കുണ്ടായെന്ന് പറഞ്ഞാൽ ഈ ഫെബ്രുവരി 19 ഞാൻ എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞ് കൊട്ടാരക്കര എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രെയിനിൽ കയറി
കരിക്കോടെന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷനിൽ എനിക്ക് ഇറങ്ങേണ്ട സ്റ്റേഷനിൽ ഇറങ്ങി. സാധാരണ ട്രെയിൻ വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ആ സ്ലാബിൻ്റെ പുറത്തുകൂടി പെട്ടെന്ന് പോകേണ്ട ഞാൻ ഫ്രണ്ടിലാണ്, ലേഡീസിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഇങ്ങനെ ക്രോസ് ചെയ്യുന്നതാണ്. ഞാൻ ക്രോസ് ചെയ്യാൻ എത്തുന്നതിന് ആ സമയം തന്നെ ഒരു കൂട്ടുകാരി വന്നിട്ട് എന്നോട് പറഞ്ഞ്, സ്നേഹത്തോടെയാണ് പറയുന്നത്, മോൻ്റെ കാറ് വരും, അതിലങ്ങ് പോകാൻ നമുക്കെന്ന്. ഞാൻ പറഞ്ഞില്ല, എനിക്ക് ബാഗ് തയ്ക്കണം, ഞാൻ ക്രോസ് ചെയ്യട്ടെ എന്ന് പറഞ്ഞ് പിന്നെ എന്നെ തന്നെ എനിക്ക് പിടിച്ചാൽ നിൽക്കാത്ത അവസ്ഥയായി. ഞാൻ മുന്നോട്ട് പോയി. സ്ലോപ്പായിരുന്നു. ഞാൻ ട്രെയിനിനടുത്ത് മുന്നിലെത്തി. എനിക്ക് മുമ്പോട്ട് പോകണോ പുറകോട്ട് പോകണോ എന്നുള്ള അവസ്ഥയിൽ ഞാൻ മുമ്പോട്ട് കാലങ്ങ് വെച്ചു. വെച്ചപ്പോൾ സ്ലാബിൽ ഒരു കാല് വെച്ചു, അടുത്ത കാല് വെച്ചത് പാറയുടെ മെറ്റിലിൻ്റെ പുറത്താണ്. ആ മെറ്റിലിൻ്റെ പുറത്തുനിന്ന് എനിക്ക് പിടിച്ച് നിൽക്കാൻ പറ്റാതെ പെട്ടെന്ന് വൈബ്രേഷൻ വന്ന് ഞാനങ്ങ് ശരിക്കും മുട്ടിടിച്ച് 2 കാൽമുട്ടും ഇടിച്ച് ഞാൻ വീണപ്പോഴേ ഞാൻ കരുതി അതോടെ തീർന്ന്. എന്നിട്ട് പെട്ടെന്നൊന്നും ഞാൻ ചിന്തിച്ചില്ല. ഞാൻ എഴുന്നേറ്റ് ആ ട്രെയിൻ എന്നെ വന്നിരിക്കും. അപ്പോഴത്തേന് വിസിൽ സൈറൺ മുഴങ്ങി, സെക്കൻഡ് സൈറൺ മുഴങ്ങി, വണ്ടി അനങ്ങി തുടങ്ങി. ഞാൻ പക്ഷേ ഒന്നും ചിന്തിക്കാതെ ഞാനങ്ങ് കിടന്നു. എൻ്റെ കയ്യിലും ബാഗ് 3 എണ്ണം ഉണ്ടായിരുന്നു. ആ 3 ബാഗും അത്രയും വെയിറ്റുമായിട്ട് ഞാൻ കമഴ്ന്ന് കിടന്നിട്ട് 2 കൈ മുമ്പോട്ട് പോകുന്നത് മാത്രം എനിക്ക് ഓർമ്മയുണ്ട്. ട്രെയിൻ എൻ്റെ അടുത്തേക്ക് വരുന്നത്. ഞാൻ ഇടത്തേക്ക് തിരിഞ്ഞു നോക്കിയപ്പോൾ ട്രെയിൻ എൻ്റെ അടുത്തോട്ട് വന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ പക്ഷേ ഭയന്നില്ല, എനിക്ക് മരണഭയമില്ല, പേടിയില്ല, ഒന്നുമില്ല. എൻ്റെ തല മിന്നിയില്ല, വയറെരിഞ്ഞില്ല, കൈകാലുകൾ വിറച്ചില്ല. ഞാൻ പെട്ടെന്ന് മുമ്പോട്ട് നീങ്ങി. എങ്ങനെയോ സ്വർഗീയ ശക്തികൾ ഒന്നിച്ചിറങ്ങി വന്ന് സർവ്വമാലാഖമാരുടെയും ചിറകാലായിരിക്കും എന്നെ മുന്നിലെത്തിച്ചു. ഇപ്പോൾ എനിക്ക് സങ്കടം വരുന്നു, പക്ഷേ എപ്പോഴോ അതിനുശേഷം എനിക്ക് സങ്കടം വന്നിട്ടില്ല. പക്ഷേ ആ ലോക്കോ പൈലറ്റുമാർക്ക് എന്നെ കാണാൻ പറ്റില്ലായിരുന്നു. ഞാൻ വീണതും അറിഞ്ഞില്ല. പരിസരത്ത് നിന്ന് ആൾക്കാരും ട്രെയിനിൽ നിന്ന് ഇറങ്ങിയവരും കൂവി ബഹളം വെച്ചപ്പോഴത്തേന് ട്രെയിനിൻ്റെ സൈറൺ മുഴക്കിക്കൊണ്ടിരുന്നു. അങ്ങനെ ജംഗ്ഷനിലുള്ളവരെല്ലാം ട്രെയിനിൻ്റെ അടുത്തേക്ക് ഓടി വന്നു. ഒരുപാട് ആളുകൾ കൂടി. ഇതൊന്നും ഞാൻ അറിയുന്നില്ല. ട്രെയിനിൻ്റെ സൗണ്ട് കൊണ്ട് ഞാനൊന്നും അറിയാതെ ഇടത്തേക്ക് തിരിഞ്ഞു നോക്കിയപ്പോൾ ട്രെയിൻ വീണ്ടും അടുത്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ എങ്ങനെയോ നീന്തുന്നതൊന്നും എനിക്ക് ഓർമ്മയില്ല. ഫസ്റ്റ് അറിയാം നീന്തുന്ന പോലെ, പറക്കുന്ന പോലെ ഞാൻ തോന്നി. പിന്നെ അതിനുശേഷം എൻ്റെ കാല് 2ഉം ട്രാക്കിലാണെന്ന് ഒരു തോന്നൽ വന്നപ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കി, തല ഉയർത്തി തിരിഞ്ഞു നോക്കി. അപ്പോഴും ട്രെയിൻ എൻ്റെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അപ്പം ഇത് സെക്കൻഡുകളെ എടുക്കുന്നുള്ളൂ, പക്ഷേ എനിക്കത് ചെയ്യാൻ പറ്റിയപ്പോഴും. അപ്പം ഞാൻ വീണ്ടും കാല് പുറത്താകുന്നത് വരെ മുന്നോട്ട് പോയി. ഞാൻ പോയില്ല, എന്നെ എങ്ങനെ കൊണ്ടുപോയി ഞാൻ 2 ട്രാക്കിൻ്റെ ഇടയിലുള്ള സിമെൻറ്റിൻ്റെ 2 ട്രെയിൻ ഇതാണുള്ളത്. അപ്പം 2 ട്രെയിൻ പോകുന്ന ട്രാക്കാണുള്ളത്. അപ്പം ഞാനിങ്ങനെ ഇടയ്ക്കുള്ള സ്ലാബിൻ്റെ പുറത്ത് എഴുന്നേറ്റിരുന്നപ്പോൾ എൻ്റെ കാൽമുട്ടിൽ നിന്ന് രക്തം ഒഴുകുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നല്ല വേദനയുണ്ട്. അപ്പം ഞാൻ പെട്ടെന്ന് അവിടുന്ന് എഴുന്നേറ്റിരുന്നപ്പോൾ എൻ്റെ മുമ്പേ പോയി ഇറങ്ങിയ ആളായിരിക്കാം, ഒരു പ്രായമുള്ള ഒരു മനുഷ്യൻ വന്ന്, മോളെ ഞാൻ താങ്ങട്ടെ എഴുന്നേൽപ്പിക്കട്ടെ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ ഇങ്ങനെ നോക്കിയിരുന്നിട്ട് ഞാനിരുന്ന് ചിരിച്ചപ്പം ആ പൂപ്പൻ പറഞ്ഞ് എഴുന്നേൽപ്പിക്കാൻ ഞാൻ താങ്ങാമെന്ന് പറഞ്ഞ് എന്നെ ഒരു ലിഫ്റ്റ് പോലെ തന്ന് ഞാൻ എഴുന്നേറ്റ് നിന്നപ്പോഴത്തേക്ക് എനിക്ക് മുട്ടൊന്നും അനക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ആൾക്കാരെല്ലാം കൂടി എൻ്റെ ചുറ്റും വന്ന് എന്താ സംഭവിച്ചത്? അപ്പോൾ ലോക്കോ പൈലറ്റ് എന്നെ ഒരുപാട് വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോഴത്തേന് ഞാൻ കരയ്ക്കെത്തിയത് സമയത്ത് തന്നെയാണ് അപായച്ചങ്ങല വലിച്ച് ട്രെയിൻ നിർത്തിയത്. അതെനിക്ക് നല്ല വ്യക്തമായിട്ട് അറിയാം, ട്രെയിൻ ഷെയ്ക്ക് ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ എനിക്ക് പിന്നെ എഴുന്നേറ്റ് മുന്നോട്ട് നടക്കാനുള്ള ശേഷിക്കുറവുണ്ടെന്ന് കരുതി അവരുടനെ തന്നെ റെയിൽവേ സ്റ്റേഷൻ്റെ ഓഫീസിൽ അറിയിച്ചു. അവിടുന്ന് ഗാർഡുമാർ വന്നു, ഒരു ലേഡി ഗാർഡും ഒരു പുരുഷ ഗാർഡും കൂടി വന്ന് എന്നെ ആംബുലൻസ് വിളിക്കാം, പരിക്കുണ്ടോ എന്നൊക്കെ ചോദിച്ചു. പക്ഷേ ഞാൻ അപ്പോൾ ചിരിച്ചപ്പോഴത്തേന് ലോക്കോ പൈലറ്റിന് ഭയങ്കര ദേഷ്യമായി. ഇത്ര അപകടം ഉണ്ടായിട്ടൊന്ന് ചിരിക്കുന്നോ എന്ന് ചോദിച്ചു. അങ്ങനെ ഇവരെല്ലാവരും കൂടി ഞാൻ നടക്കുന്നില്ല, അവരെല്ലാം കൂടി താങ്ങി തന്നെ കൊണ്ട് റെയിൽവേയുടെ പ്ലാറ്റ്ഫോമിൽ എത്തിച്ചു. അവർ വെള്ളം കൊണ്ട് തന്നു. ഞാൻ വെള്ളം വേണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് വെള്ളം വേണമെന്ന് പറഞ്ഞ് ഞാൻ മേടിച്ച് കുടിച്ചത് എനിക്കറിയാം. അതിനുശേഷം പിന്നെ ഞാൻ അറിയാതെ എൻ്റെ കൈ എൻ്റെ മാതാവിൻ്റെ കാശ് രൂപത്തിലേക്ക് പോയി. ഞാൻ ഉടമ്പടി എടുത്തതാണ്. അപ്പം ഞാൻ എടുത്തിട്ട് ഞാൻ ഒച്ചത്തിൽ ഒരു 5 തവണയെങ്കിലും ഒച്ചത്തിൽ പറഞ്ഞു, ഇതെന്നെ രക്ഷിച്ചത് എൻ്റെ മാതാവാണ്, എൻ്റെ കൃപാസനം മാതാവാണെന്ന് ഞാൻ ഒച്ചത്തിൽ പറഞ്ഞു. അവരെല്ലാം കൂടെ ഇവിടെ വന്നിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അവർ പറഞ്ഞ് പെട്ടെന്ന് തന്നെ പോയിട്ട് കൃപാസനത്തിൽ സാക്ഷ്യം പറയണേ, ഇതൊരിക്കലും എങ്ങും നടക്കാത്ത ഒരു സംഭവമാണ്. അപ്പം അവർ പറയുന്നത് സെക്കൻഡുകളല്ലേ എടുത്തോളൂ, പിന്നെ എങ്ങനെയാണ് രക്ഷപ്പെട്ടോ, ഒരു ട്രാക്ക് മറികടക്കുന്ന ഇത്രയും സമയം കൊണ്ട് പറ്റുമെന്ന്. ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഏകദേശം ഒരു 10 മിനിറ്റ് കിട്ടിയതുപോലെ തോന്നിയെന്ന് ഞാൻ പറഞ്ഞു. അവരിപ്പോഴും ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ അവരെൻ്റെ ചുറ്റും കൂടും. നിങ്ങൾ ഏത് ദൈവത്തിനെയാണ് വിളിക്കുന്നത്, നിങ്ങൾക്ക് എങ്ങനെ ഈ പുനർജന്മം കിട്ടി എന്നൊക്കെ ചോദിക്കും. അപ്പോഴെല്ലാം ഞാൻ പറയും മാതാവാണ്, നിങ്ങളും പോകണമെന്ന് ഞാൻ പറയും. വിശദീകരിച്ചു കൊടുക്കും കാര്യങ്ങൾ, എൻ്റെ അനുഭവങ്ങളെല്ലാം ഓരോന്നും ഞാൻ വിശദീകരിക്കും. അതെൻ്റെ ഇനിയിപ്പോൾ എനിക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും വലിയ ജീവിതത്തിൽ കിട്ടാവുന്ന എൻ്റെ പുനർജന്മമല്ലേ കിട്ടിയത്. പിന്നെ അതിന് ഞാൻ എൻ്റെ മാതാവിന് ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. പിന്നെ അതിനുശേഷം എൻ്റെ സഹോദരിയുടെ ഭർത്താവ് നിരന്തരം മദ്യപാനവും സഹോദരിയും 2 പെൺകുട്ടികളെ ഉപദ്രവിക്കലും അവൻ്റെ അമ്മയെ തന്നെ ഉപദ്രവിക്കലും, ഒരിക്കലും
പറ്റില്ലാത്ത ഒരവസ്ഥയിൽ, ജീവിതം മുന്നോട്ട് പോകാൻ പറ്റില്ലാത്ത അവസ്ഥയിൽ അവൻ്റെ ലിവർ കംപ്ലൈൻ്റായി. അവൻ അവസാനം അഡിക്ഷൻ സെൻറ്ററിൽ കൊണ്ടുപോകേണ്ടി വന്നു. എന്നിട്ടും ഒന്നും ഒരു മാറ്റം ഉണ്ടായില്ല. അപ്പോൾ ഇതെല്ലാം കാണുമ്പോൾ എല്ലാം ഞാനവിടെ കാണില്ല, രാത്രിയിൽ വരും, വെളുപ്പിന് പോകും. അപ്പോൾ എനിക്ക് അധികം കാണാൻ പറ്റില്ല. പക്ഷേ ഞാൻ ഉള്ള സമയത്ത് കുട്ടികളെ വിളിച്ചിട്ട് അവരുടെ എഴുത്ത് ഉപ്പ് തൈലമൊക്കെ തൊട്ടിട്ട് കൈവരലേ തൊട്ട് കൊടുത്തിട്ട് പറയും, ഇത് കൊണ്ടുപോയി നെറ്റിയിൽ തൊടു, എന്നിട്ട് ഉപ്പ് ചവിട്ടാത്ത സ്ഥലത്തിട്, എന്നിട്ട് ഒരു കുപ്പി തേന് കൊടുത്തിട്ട് അവനറിയാതെ തന്നെ അവൻ്റെ വായിൽ എന്തിലേലുമൊക്കെ ഇട്ട് കൊടുക്കുക, എന്നിട്ട് ഉപ്പ് ഇട്ട് കൊടുക്കാൻ പറയും വെള്ളത്തിൽ അല്ലെങ്കിൽ കുടിക്കുന്ന ചായയിൽ. അങ്ങനെ എന്തായാലും ഇപ്പോഴും സർവ്വതിൽ നിന്നും അവൻ വിമോചിതനായി. എന്തുകൊണ്ടാണ് അവൻ വിമോചിതനായെന്ന് അവൻ ഇപ്പോഴും മനസ്സിലായി കാണത്തില്ല. കാര്യം അവന് ദൈവം ഉണ്ടെന്നുള്ള ഒരു വിശ്വാസം ഉണ്ടെങ്കിലും പള്ളിയിൽ പോകാനോ ആരാധിക്കാനോ ഒക്കെ മടിയുള്ളവനാണ്. പക്ഷേ ഇപ്പോൾ എല്ലാത്തിൽ നിന്നും മോചിതനായി ഇപ്പോൾ വീട്ടിൽ സ്വസ്ഥമായിട്ടിരിക്കുന്നു. അതിന് എൻ്റെ അമ്മയ്ക്ക് 1000 നന്ദി. എൻ്റെ ഇളയ മകനാണെങ്കിൽ പഠിക്കാൻ വളരെ മടിയനാണ്, നല്ല കഴിവുള്ളത്. അവൻ തന്നെ പറയുന്ന അവന് മടിയാണ്, എന്തുകൊണ്ടാണെന്നറിയത്തില്ല. എനിക്ക് പഠിക്കാൻ തോന്നും, പഠിക്കാൻ ചെന്നിരിക്കുമ്പം ഒരു കാരണവശാലും പഠിക്കാൻ തോന്നത്തില്ല. അപ്പോഴേ ഉറക്കം വരും, അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ ഒരു ആവശ്യത്തിന് പോകണമെന്ന് തോന്നും, കൂട്ടുകാരെ വിളിക്കും, അവരുമായിട്ട് പോകും, അങ്ങനെയൊക്കെ. അപ്പം പകൽ ഞാനില്ലാത്തതുകൊണ്ട് എനിക്കറിയില്ല. പഠിക്കാൻ പല സ്ഥലത്തും കൊണ്ടാക്കും, പക്ഷേ അവന് പഠിക്കാൻ കഴിയില്ല, പറ്റുന്നില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ ഇപ്പോൾ എന്തായാലും ഇപ്പോൾ അവൻ സ്വയം പഠിക്കാൻ തുടങ്ങി. അവൻ ഡിഗ്രിയൊക്കെ കഴിഞ്ഞു. എന്നാലും ഇനി ബാക്കിയുള്ള പഠനം, ഒരു ജോലിക്ക് വേണ്ടിയുള്ള പഠനത്തിനാണ് അവന് ഏറ്റവും കൂടുതൽ മടി. അവനത് കിട്ടുമോ എന്ന് എന്നോട് ചോദിക്കുന്നു. നല്ല കഴിവ് വേണ്ടേ? അപ്പം ഞാൻ പറയും, മോനെ മാതാവ് കഴിവ് തരും. ഇവിടെ വന്ന് അവൻ ആദ്യം ഉടമ്പടി എടുത്ത സമയത്ത് അവനാണ് മാതാവിന് കയ്യിലെടുക്കാനുള്ള ഭാഗ്യം കിട്ടിയത്. അപ്പോൾ അത് ഞാൻ കൂടെ ഓർമ്മിപ്പിക്കും. മോനോട് ഇഷ്ടമുള്ളത് കൊണ്ടാണ് മോനെ അമ്മ അന്ന് മാതാവ് മോൻ്റെ കയ്യിൽ വന്നത്. അതുകൊണ്ട് മോനീശോയോട് പ്രാർത്ഥിക്കുക, അമ്മയോട് പ്രാർത്ഥിക്കുക, പരിശുദ്ധാത്മാവിനെ വിളിക്കാൻ പറയും. അപ്പോൾ എന്തായാലും അവനതിന് നല്ലപോലെ വിടുതലായിട്ടുണ്ട്. പിന്നെ എൻ്റെ 2 മക്കളുടെ ജോലിയുടെ കാര്യം ഞാൻ വെച്ചിട്ടുണ്ട്. അതെനിക്ക് കിട്ടുമെന്ന് തീർച്ചയായിട്ടും ഉറപ്പാണ്. കാരുണ്യ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ഞാൻ സ്വാഭാവികമായിട്ട് ഞാൻ എൻ്റെ ജോലിയിൽ തുടങ്ങിയ കാലം തൊട്ടേ എനിക്ക് പൈസയായിട്ട് കൈ വരാൻ തുടങ്ങിയ സമയം തൊട്ടേ അഗതികൾക്ക് പൈസയൊക്കെ കൊടുക്കാറുണ്ട്, ആഹാരം വാങ്ങിക്കൊടുക്കാറുണ്ട്, അനാഥാലയങ്ങൾ സന്ദർശിക്കാറുണ്ട്. അത് ഈ ജോലിയുടെ സംബന്ധമായിട്ട് മാത്രമല്ല, അല്ലാതെയും ചെയ്യാറുണ്ട്. പിന്നെ എനിക്ക് ഇപ്പോൾ ഉള്ള ജോലി കിട്ടുന്നതിന് മുമ്പ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് കൊയിലോൺ സോഷ്യൽ സർവീസ് സൊസൈറ്റിയിൽ CHV എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റ് ഉണ്ടായിരുന്നു. അതിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നതാണ്. ആ സമയത്ത് ഞാൻ അനാഥാലയങ്ങളൊക്കെ ഒരുപാട് സന്ദർശിച്ചിട്ടുള്ളത് ജോലിയുടെ ഭാഗമായിട്ട്. പിന്നെ സ്വന്തമായിട്ടെന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ചെയ്യുന്ന ജോലിയോട് അനുബന്ധിച്ച് എനിക്ക് ഞാൻ ജോലി ചെയ്യുന്ന ഏരിയയിലുള്ള സർവ്വാനാഥാലയങ്ങൾ സന്ദർശിക്കേണ്ട ആവശ്യങ്ങൾ വരും. പക്ഷേ അതെൻ്റെ കൂടെയുള്ളവരെ വിട്ട് ചെയ്യിച്ചാൽ മതി. പക്ഷേ ഞാൻ റിസ്ക് എടുത്ത് ഞാൻ തന്നെ പോകും. ഞാൻ തന്നെ പോയിട്ട് എൻ്റെ കയ്യിലുണ്ടെങ്കിൽ ഞാൻ കൊടുക്കും, അല്ലാന്നുണ്ടെങ്കിൽ സർക്കാർ തരും അവരുടെ ഫണ്ട്. എൻ്റെ കയ്യിൽ പൈസ ഇല്ലല്ലോ ഈശോയെ എന്ന് പറയുമ്പോൾ സർക്കാർ ഏതെങ്കിലും ഫണ്ട് അവർക്ക് വേണ്ടി അനുവദിച്ച് തരും. ആ പൈസയായിട്ട് ഞാൻ തന്നെ പോയി അവർക്ക് കൊടുക്കും. അവർക്ക് ഞാൻ ചെല്ലുന്ന സ്ഥലത്ത് ആഹാരം ഇല്ലാത്ത അവസ്ഥയിൽ കിടക്കുന്ന വീടുകളിൽ പോകുമ്പോൾ ആഹാരം ഇല്ലാത്ത അവസ്ഥയിലാണെങ്കിൽ ആഹാരത്തിനുള്ള വക എൻ്റെ കയ്യിലുള്ളതുപോലെ കൊടുക്കും. പിന്നെ ഉപ്പ്, തേന്, തൈലമൊക്കെ ആദ്യം ഞാൻ ഇവിടെ ഒന്ന് ഉടമ്പടി എടുത്ത സമയത്ത് ഇവിടുന്ന് യഥേഷ്ടം കിട്ടുന്ന ഒരു അവസരമായിരുന്നു. അപ്പം ഞാൻ പലർക്കും കൊടുത്തിട്ടുണ്ട്. അത് പിന്നെ അച്ഛനത് ശരിയല്ല എന്ന് പറഞ്ഞതിന് ശേഷം എത്താവുന്ന സ്ഥലത്ത് വിരലിൽ തൊട്ട് ആൾക്കാർക്ക് കൊടുത്തിട്ട് പറയും, അത് കൊണ്ടുപോയി ആവശ്യമാണെന്ന് തോന്നുന്ന ആളുടെ നെറ്റിയിൽ കുരിശ് വരച്ച് പ്രാർത്ഥിക്കാൻ പറയും. പിന്നെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന. ആത്മീയ ജീവിതം എന്ന് പറഞ്ഞാൽ എൻ്റെ ജോലി സംബന്ധമായിട്ട് എനിക്ക് ഒരിക്കലും പള്ളിയിൽ പോകാനോ കുമ്പസാരിക്കാനോ ചെയ്തുകൊണ്ടിരുന്നത്. എനിക്ക് ജോലി കിട്ടുന്നതിന് മുമ്പ് ഒരു ദിവസം ഞാൻ 5 കുർബാന 6 കുർബാനയൊക്കെ കണ്ടിട്ടുണ്ട്. കാര്യം ഇടവപ്പള്ളിയിൽ എന്ത് മരണത്തിൻ്റെ ആവശ്യം വന്നാലും കല്യാണത്തിൻ്റെ ആവശ്യം വന്നാലും പാട്ടുപൂജ വന്നാലും ഞാൻ നിരന്തരം പോകും. കാര്യം എനിക്ക് വേറെ ജോലിയൊന്നുമില്ല, പഠിച്ചു കഴിഞ്ഞിട്ട് നിൽക്കുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ പോയിക്കൊണ്ടിരുന്ന ജോലിയുടെ സംബന്ധമായിട്ട് വന്നപ്പോഴത്തേന് എനിക്ക് ഞായറാഴ്ച കുർബാന തന്നെ കൃത്യമായിട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയായി. എന്നാലും ഞാൻ മാക്സിമം പോയിക്കൊണ്ടിരുന്നത്. ഈ ഇടയായിട്ട് ഒരുപാട് സ്ലാക്കായി ഞാൻ പോവാണ്ടായി. പക്ഷേ ഇപ്പം ഈ അടുത്ത സമയത്തായിട്ട് ഞാൻ ആഴ്ചതോറും, ആദ്യം മാസം തോറും ആയിരുന്നു, ഒരു ദിവസം കുമ്പസാരിച്ചിട്ട് കുർബാന മധ്യേ എന്നെ അവിടുന്ന് ഞാൻ മാറേണ്ടി വന്നു. എനിക്ക് കുമ്പസാരിച്ച് കുർബാന എടുക്കാൻ സമയമായപ്പോൾ എനിക്ക് അവിടെ നിന്ന് പെട്ടെന്ന് വിളി വന്ന് എനിക്ക് പോകേണ്ടി വന്നു. അതുകൊണ്ട് അതെനിക്ക് വലിയൊരു സങ്കടമാണ്. പിന്നെ അതിനുശേഷം ഞാൻ കൃത്യമായിട്ട് എൻ്റെ ഫോണൊക്കെ ഓഫ് ചെയ്ത് വെച്ചിട്ട് ഞാൻ കുർബാനയിൽ സംബന്ധിക്കും. ആദ്യം 2 ആഴ്ച 1 മാസമൊക്കെ ആയിരുന്നു. ഇപ്പം ഞാൻ ആഴ്ച തോറും കുമ്പസാരിക്കാനായിട്ട് തുടങ്ങി. ഇപ്പം എനിക്ക് ആത്മീയതയിൽ വളരെ സന്തോഷമാണ്. കൃപാസനത്തിൽ വന്നതിന് ശേഷം എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ പറഞ്ഞു തീർക്കാൻ പറ്റത്തില്ല, അത്രയ്ക്കാണ്. എൻ്റെ ട്രാൻസ്ഫറുകൾ തന്നെ ആണെങ്കിലും ഞാൻ ഇഷ്ടപ്പെടാത്തതെന്നല്ല, എനിക്ക് പോകാൻ പറ്റാത്ത സ്ഥലത്തേക്ക് തന്ന് ഒരു ദിവസം ഓർഡർ വരുന്ന തൊട്ടടുത്ത ദിവസം ഞാൻ വിഷമിച്ച് മാതാവിനെ വിളിച്ച് ആരോടും ഒന്നും പറയാൻ പോയില്ല.
പക്ഷേ അടുത്ത ദിവസം എനിക്ക് വേറെ അതിനേക്കാൾ അടുത്ത സ്ഥലത്ത് വന്നു. പക്ഷേ അവിടെ ചെന്നപ്പോൾ എനിക്ക് വീണ്ടും ഒരു ചെറിയ പീഡനമൊക്കെ വന്നു. ആ പീഡനത്തിനെതിരെ ഞാനൊരു കോടതിയിൽ പോകേണ്ടി വന്നു. കോടതിയിൽ പോയപ്പോഴും അത് അവർക്ക് ഇഷ്ടപ്പെടാതെ അവരെന്നോട് ശരിക്കും എന്നെ വേദനിപ്പിക്കുന്ന രീതിയിൽ പെരുമാറി. അതിൻ്റെ കാഠിന്യത്തിൽ ഞാനിവിടെ വന്ന് അച്ഛനെ നേരിട്ട് കണ്ട് എൻ്റെ ഫയൽ കൊടുത്തു. അത് ഏകദേശം 7 മാസത്തോളമായിട്ട് ആ ഫയലിനൊരു നീക്കമില്ലാതിരുന്നതാണ്. പക്ഷേ ഈ 17/2/2024 ഞാനിപ്പോൾ അച്ഛനെ കണ്ട് ബ്ലസ് ചെയ്തതിന് ശേഷം അച്ഛൻ എനിക്ക് കാശ് രൂപം തന്നു. എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, തലയിൽ കുരിശ് രൂപം വെച്ച് പ്രാർത്ഥിച്ചു. എല്ലാം കഴിഞ്ഞ് ഞാൻ ഈ 17/2 എനിക്ക് അതിൻ്റെ തീർപ്പായി. അതിൻ്റെ ഒരു ഭാഗം വരെ തീർന്നു. അതിൻ്റെ ഏറ്റവും അവസാനത്തെ സമാധാനം ഞാൻ ഇന്ന് കൊടുത്തിട്ട് ഇവിടെ വന്ന് നിന്ന് ഈ സാക്ഷ്യം പറയുകയാണ്. ഇനി അനേകം സാക്ഷ്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. ഇപ്പം ഞാൻ ഇവിടെ വെച്ച് നിർത്തുന്നു. ഇനി എനിക്ക് അനുഗ്രഹങ്ങൾ കിട്ടാനുണ്ട്. ഞാനതെല്ലാം ഇനിയും വന്ന് ഇവിടെ സാക്ഷ്യം പറയുമെന്ന് എൻ്റെ അമ്മയ്ക്ക് ഈശോയ്ക്ക് കോടാനുകൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കും. 23-ാം സങ്കീർത്തനം 4-ാം തിരുവചനം പറയുന്നു, മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. അങ്ങയുടെ ഊന്നുവടിയും ദണ്ഡും എനിക്ക് ഉറപ്പേകുന്നു. അപകടകരമായ സാഹചര്യങ്ങളിൽ നിന്ന് പരിശുദ്ധ അമ്മയുടെ കാശുരൂപം താൻ ധരിച്ചിരുന്നത് കൊണ്ട് തനിക്ക് എങ്ങനെ ഏതാനും നിമിഷങ്ങൾ മാത്രം ഉള്ളപ്പോൾ ട്രെയിൻ മൂവ് ആകുന്ന ആ സമയമൊക്കെ അതെല്ലാം വിശദീകരിച്ച് ഇവിടെ നാം കേട്ടതാണ്. ആ ഒരു അവസരത്തിൽ എങ്ങനെയാണ് അത്ഭുതകരമായി തനിക്ക് രക്ഷപ്പെടുവാൻ കഴിഞ്ഞത് എന്നുള്ള ഒരു അനുഭവ സാക്ഷ്യത്തിൽ നമ്മുടെ കൂടെ ഉള്ള ദൈവത്തിൻ്റെ സംരക്ഷണം, ആ ദൈവത്തിൻ്റെ സംരക്ഷണ വലയം നമുക്ക് ചുറ്റുമുണ്ട് എന്നുള്ളതാണ്. തൻ്റെ കാശുരൂപം ഉയർത്തിപ്പിടിച്ച് പരിശുദ്ധ അമ്മയാണ്, കൃപാസന മാതാവാണ് എന്നെ രക്ഷപ്പെടുത്തിയത് എന്ന് അവിടെ പറഞ്ഞു. അതിനുശേഷം വളരെ പേര് ആ സംഭവത്തിൽ നിന്ന് തന്നെ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുവാൻ കാരണമായി. തൻ്റെ മക്കളുടെ കാര്യവും ട്രാൻസ്ഫറിൻ്റെ കാര്യവും കേസിൽ നിന്നൊക്കെ കിട്ടുന്ന മോചനവും അങ്ങനെ ഓരോന്നായി തൻ്റെ ജീവിതത്തിൽ ദൈവം എങ്ങനെ കൂടെ വരുന്നു, കൂടെ വസിക്കുന്നു. അതുപോലെ ഉടമ്പടി നേർച്ച വസ്തുക്കളിലൂടെ തൻ്റെ ബന്ധുവായ സഹോദരന് എങ്ങനെയാണ് മദ്യപാനത്തിൽ നിന്നുമൊക്കെ മോചനം ലഭിച്ചത്. ജീവിതത്തിൻ്റെ പ്രതികൂല സാഹചര്യങ്ങൾ നമ്മെ വല്ലാതെ വരിഞ്ഞു മുറുക്കുമ്പോൾ നമുക്ക് എന്നും ആശ്രയവും സങ്കേതവുമായി സ്വർഗത്തിൻ്റെ അമ്മ നമുക്ക് വേണ്ടിയിട്ട് എപ്പോഴും മധ്യസ്ഥം വഹിക്കുവാനായിട്ട് നമുക്ക് വേണ്ടിയുണ്ട് എന്നുള്ളതാണ് നമുക്ക് തരുന്ന പ്രത്യാശ. അമ്മ ഈശോയോട് പറഞ്ഞാൽ ഈശോയ്ക്ക് യാതൊന്നും നിരസിക്കാൻ സാധിക്കില്ല. അതാണ് അമ്മയുടെ മാധ്യസ്ഥ ശക്തി. കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കുന്നത് മൂലം ജീവിതത്തിൽ ഒട്ടേറെ മാറ്റങ്ങൾ വരികയും അത് ആത്മീയമായ ജീവിതത്തിലും മാറ്റങ്ങളൊക്കെ വരുന്നു. നേരത്തെ കുമ്പസാരത്തിനൊക്കെ പ്രാധാന്യം കൊടുക്കാതെ ഇരുന്ന ഒരവസ്ഥയിൽ നിന്ന് ഇപ്പോൾ ആഴ്ചയിൽ കുമ്പസാരിക്കുന്നു എന്നുള്ള ഒരവസ്ഥയിലേക്ക് ഓരോ ഉടമ്പടി എടുത്ത മക്കളും എങ്ങനെ കടന്നു വരുന്നു. നിങ്ങൾ പശ്ചാത്തപിക്കുന്നെങ്കിൽ നാളെ നിങ്ങളുടെ ഇടയിൽ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കുമെന്നാണ് തിരുവചനം പറയുക. നമ്മുടെ പശ്ചാത്താപത്തിൻ്റെ ഒരു സാഹചര്യത്തിലൂടെയാണ് നാം ഇപ്പോൾ കടന്നു പോകുന്നത്. ഈശോയുടെ പീഠാനുഭവ അനുസ്മരണങ്ങളിലൂടെ ഈ നോമ്പ് കാലത്ത് നാം കടന്നു പോകുമ്പോൾ ഉടമ്പടി നമ്മെ കൂടുതൽ വിശുദ്ധിയിലേക്ക് നയിക്കുന്നതാണ്. നമുക്ക് ഈശോയോട് കൂടുതൽ ചേർന്ന് നിന്നുകൊണ്ട് കൃപകൾ നേടി സാക്ഷ്യം പറയുന്നവരാകാം. കരങ്ങൾ അടിച്ച് നമുക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.